എല്ലാം കാര്യം ബി പി എല്ലാം നോക്കി എല്ലാം നോർമലായ ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമായിട്ട് പെട്ടെന്ന് ഓടിക്കയറി ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇതുവരെ എൻ്റെ അറിവിൽ അങ്ങനെയല്ല. എൻ്റെ 2-3 സുഹൃത്തുക്കളൊന്ന് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പം ഇവിടെ ക്യൂട്ടീസിൽ കഴിഞ്ഞ വർഷം മാർച്ച്, അതായത് 2024 മാർച്ച് 31-നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇത് ചെയ്തത്. വീണ്ടും സെക്കൻഡ് ചെയ്യാനായിട്ട് വന്നത്. ഈ സെക്കൻഡ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതുപോലെ സെക്കൻഡ് ചെയ്യുന്ന ഒരു 8-9 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നു, ബ്ലഡ് എല്ലാം കൊടുത്തു, ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം വീണ്ടും ഞാൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നേരത്തെ അവസ്ഥയിൽ നിന്ന് ഇപ്പം ശകലം വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ മാത്രം കുറച്ച് ഉള്ളു വയ്ക്കാം, പിന്നെ ഒരു ശകലം നെറ്റിയിലൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷേ അത് കൊള്ളാം. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊള്ളാവുന്നതുകൊണ്ടാണ് വീണ്ടും വന്നത്. ഞാൻ വന്നതിന് ശേഷം ഇപ്പം എൻ്റെ കുറേ സുഹൃത്തുക്കൾ, 3-4 സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ചെയ്യുകയും ചെയ്തു. അതിലൊരു സുഹൃത്തിന് അതുപോലെ ബി പി കൂടുതലായിരുന്ന സമയത്ത് അയാൾ 3 വട്ടം ഇവിടെ വന്നപ്പോഴെല്ലാം ബി പി കൂടുതലായിരുന്നു, അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇതുപോലെ ബി പി കൂടുതലുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ അല്ല, നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുന്നു പറഞ്ഞിട്ട് ചാടി കയറി ചെയ്യുന്ന ഒരു പരിപാടിയല്ല. എല്ലാവരും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ നമ്മുടെ വരുമ്പോഴും എൻ്റെയും ഷുഗറും അലർജിയുടെ ടെസ്റ്റും എല്ലാം ചെയ്തതിനു ശേഷമാണ് ചെയ്യുന്നത്. അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. എല്ലാ കാര്യം ബി പി എല്ലാം നോക്കി എല്ലാം നോർമലായ ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണമായിട്ട് പെട്ടെന്ന് ഓടിക്കയറി ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇതുവരെ എൻ്റെ അറിവിൽ അങ്ങനെയല്ല. ഡോക്ടറെ എല്ലാം കണ്ട് അവർ മാർക്കൊക്കെ ചെയ്യും. മാർക്കെല്ലാം ചെയ്തതിനു ശേഷം അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ വീണ്ടും നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ സംസാരിക്കാം. ഓക്കെ. സെക്കൻഡ് സെറ്റിംഗ് ആയിരുന്നു, വളരെ ഭംഗിയായി കഴിഞ്ഞു. ഡോക്ടറായാലും മറ്റുള്ള സ്റ്റാഫുകളും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. രണ്ടാമത്തെ സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാര്യം ഒന്ന് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതിപ്പം ഷാർജ ക്യൂട്ടീസിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇന്ന് രാവിലെ 12 മണിക്കാണ് ഇവിടെ എത്തിയത്. ഏകദേശം 6:45 കഴിഞ്ഞു. ഭംഗിയായി എല്ലാം നടന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ല എനിക്ക്. ഓക്കെ. എനിക്ക് 3-4 ദിവസം കഴിയുമ്പം ബാൻഡേജ് എല്ലാം എടുക്കാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വരണം, വന്നൊന്ന് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പം PRP ഉണ്ട്. PRPക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ ഷാർജ തന്നെയാണ് വരുന്നത്. പിന്നെ മുറപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കുഴപ്പമില്ല. കുളിക്കുക അടിക്കുകയെല്ലാം ചെയ്യാം. നേരത്തെ അറിയാവുന്നതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. ആരും പറയേണ്ട കാര്യമെല്ലാം അറിയാം. നമ്മുടെ PRP ആണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. PRP ചെയ്യുക എന്നുള്ളതാണ്. PRP കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതെനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സെറ്റിംഗ് ഞാൻ ചെയ്തത്.